ലോകമാകെയും രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും എന്തിനേറെ പറയുന്നു പ്രാദേശിക തലത്തിൽ പോലും നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ നിലവിൽ നിൽപ്പുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമുക്ക് അറിയാവുന്നത് ലൂസിഫർ എന്ന മലയാള സിനിമ പുറത്തിറങ്ങിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു പദം നമ്മൾ കേൾക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ അറിയുകയും ചെയ്തു. ഇപ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു രഹസ്യ സംഘടന അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നു. ക്യൂ അനോൺ എന്നാണ് ഈ സംഘടനയുടെ പേര്. ക്യൂ അനോണിനെ കുറിച്ചാണ് ഇത്തവണ ഇൻഡെപ്ത് പരിശോധിക്കുന്നത്. അമേരിക്കയിൽ രൂപം കൊണ്ട ക്യൂ അനോൺ എന്ന സംഘടനയെക്കുറിച്ച് പറയുന്നതിന് മുൻപായി ഇലുമിനാറ്റിയെക്കുറിച്ച് നമുക്ക് ആമുഖമായി ഒന്ന് പറഞ്ഞു പോകാം. കാരണം ഇലുമിനാറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ 13 പുരാതന കുടുംബങ്ങളാണ് ഈ ലോകക്രമത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് ഇലുമിനാറ്റി എന്ന ഗൂഢാലോചന സിദ്ധാന്തത്തിൻ്റെ കാതൽ. അതായത് വർഷങ്ങളായി പരമ്പരകളായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജൂത കുടുംബമാണ് ഈ 13 കുടുംബങ്ങൾ. ഈ കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ഡൊണാൾഡ് ട്രംപ്, വ്ളാഡിമിർ പുടിൻ, നരേന്ദ്രമോദി തുടങ്ങിയിട്ടുള്ള ലോകത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ എന്നുള്ളതാണ് ഇലുമിനാറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഗൂഢാലോചന സിദ്ധാന്തം. സയൻസ്, രാഷ്ട്രീയം, സാമ്പത്തികം എല്ലാം നിയന്ത്രിക്കുന്നത് ഈ കുടുംബമാണ് എന്നാണ്. ഈ രഹസ്യ നീക്കത്തിന് പിന്നിൽ ആരാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. ഇലുമിനാറ്റി എന്ന രഹസ്യ ഗ്രൂപ്പും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രചരണവും ആദ്യമായി ആരംഭിക്കുന്നത് 1776 മെയ് 1-ാം തീയതിയാണ്. അന്നു മുതൽ ഇതാരാണ് ഈ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിന് പിറകിലുള്ളത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയിരുന്നു. ചെന്നെത്തിയത് ജർമ്മനിയിലെ ബവേറിയ എന്ന സ്ഥലത്തുള്ള വെയ്ഷോപ്സ് എന്ന് പറയുന്ന ആളിലേക്കാണ്. അയാളാണ് ഈ ഇലുമിനാറ്റി സിദ്ധാന്തം ലോകത്തിന് മുൻപാകെ പരിചയപ്പെടുത്തിയത്. വെയ്ഷോപ്പ് പറയുന്നത് പ്രകാരം ലോകത്തിൻ്റെ സാമ്പത്തിക ഘടനയും യുദ്ധവും അതേപോലെ തന്നെ ലോകത്തെ മുഴുവനായും നിയന്ത്രിക്കുന്നത് 13 പുരാതന ജൂത കുടുംബത്തിൻ്റെ പരമ്പരകളാണ് എന്നുള്ളതാണ്. ആ പരമ്പരയിൽപ്പെട്ടയാളാണ് വ്ളാഡിമിർ പുടിൻ, അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ്, നരേന്ദ്രമോദി തുടങ്ങിയ ലോകത്തിലെ പ്രധാനപ്പെട്ട ശക്തികൾ അല്ലെങ്കിൽ നേതാക്കന്മാരെല്ലാം തന്നെ ഈ ജൂത കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. ഇവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നു. ഇവരുടെ ആശയവിനിമയത്തിന് ഫലമായി ഉണ്ടാകുന്ന നടപടികളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് ഇലുമിനാറ്റി എന്ന് പറയുന്ന ഗൂഢാലോചന സിദ്ധാന്തം. ഇതാണ് ഇലുമിനാറ്റിയെക്കുറിച്ച് ആമുഖമായി പറയാനുള്ളത്. ഇനി നമുക്ക് ക്യൂ അനോൺ എന്ന സംഘടനയെക്കുറിച്ച് പരിശോധിക്കാം. ഇലുമിനാറ്റി എന്ന ഗൂഢ സംഘത്തെ പോലെ തന്നെയാണ് ക്യൂ അനോണിൻ്റെയും പ്രവർത്തനം. കൃത്യമായ ഒരു നേതൃത്വമോ സോളിഡായിട്ടുള്ള ഏതെങ്കിലും ഒരു തെളിവോ ക്യൂ അനോണിന് നൽകാനില്ല. ക്യൂ അനോണിന് വെറും 3 വർഷത്തെ പ്രായം മാത്രമേ ഉള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 2017 ഓഗസ്റ്റ് 4-നാണ് ക്യൂ അനോണിൻ്റെ പേരിൽ ഒരു പോസ്റ്റ് ലോകത്തിന് മുൻപാകെ ലഭിക്കുന്നത്. അമേരിക്കയിലാണ് ഈ സംഘടന രൂപം കൊണ്ടിട്ടുള്ളത്. എന്താണ് ഈ സംഘടനയുടെ പ്രഖ്യാപിത നിലപാടും പ്രഖ്യാപിത ലക്ഷ്യങ്ങളും എന്ന് നമുക്ക് പരിശോധിക്കാം. ക്യൂ അനോൺ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള ഒരുതരം ആശയപ്രചരണമാണ്. അതിന് പിന്നിൽ കൃത്യമായ ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ആ സത്യം കണ്ടുപിടിച്ചിരിക്കുന്നത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ അല്ലെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള അന്വേഷണ വിഭാഗമായ FBI ആണ്. FBI പറയുന്നത് ഇലുമിനാറ്റിയെ പോലെ ഇതൊരു സാങ്കല്പികമായ സംഘടനയല്ല, മറിച്ച് ഇതിന് പിന്നിൽ കൃത്യമായ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് വിശദമായി പിന്നാലെ വരാം. അതിനു മുൻപായി ക്യൂ അനോണിനെ കുറിച്ച് കൂടുതൽ അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. ക്യൂ അനോൺ എന്നായിരുന്നില്ല 2017 ഒക്ടോബർ 4-ാം തീയതി ഈ സംഘടന രൂപം കൊള്ളുമ്പോൾ അതിൻ്റെ യഥാർത്ഥ പേര്. ക്യൂ അനോണിമസ് എന്നായിരുന്നു പേര്. പിന്നീടത് ക്യൂ അനോൺ എന്നാക്കി മാറ്റുകയായിരുന്നു. ക്യൂ അനോൺ ആദ്യമായി പറയുന്നത് അമേരിക്കൻ ഭരണകൂടം താമസിയാതെ തകർന്ന് അടിയും,
മാത്രമല്ല ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തി അധികാരത്തിൽ വരുന്ന ഒരു ഭരണ സമ്പ്രദായം അമേരിക്കയിൽ ഇനി ഉണ്ടാവില്ല. താമസിയാതെ തന്നെ അമേരിക്കയുടെ ഭരണം സൈന്യം കൈയാളും എന്നാണ് ക്യു അനോൺ പറയുന്ന രാഷ്ട്രീയമായ ഒരു കാര്യം. ക്യു അനോൺ പറയുന്നത് തങ്ങൾ വിവിധ മേഖലകളെ നിയന്ത്രിക്കുന്ന ശക്തിയാണെന്നാണ്. രാഷ്ട്രീയ മേഖലയിൽ ഞങ്ങൾ ആധിപത്യം ഉറപ്പിക്കുന്നു, മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ്, ഹോളിവുഡിനെ നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ്, സൈന്യത്തെ നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് തന്നെ താമസിയാതെ തന്നെ അമേരിക്കയുടെ ഭരണക്രമം സൈന്യത്തിൻ്റെ കയ്യിലേക്ക് മാറും, അല്ലെങ്കിൽ അമേരിക്ക സൈനിക ഭരണത്തിലേക്ക് മാറും എന്നാണ് അവരുടെ ആദ്യത്തെ പ്രചരണം. രണ്ടാമതായി പറയുന്നത് ദ സ്റ്റോം എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ് അമേരിക്കയിൽ ആഞ്ഞടിക്കും. ആ കൊടുങ്കാറ്റിൻ്റെ ഫലമായി ലക്ഷക്കണക്കിന് പേർ മരിക്കും, മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം അമേരിക്കയ്ക്ക് സംഭവിക്കുമെന്നാണ്. ഇനി മറ്റൊരു പ്രവചനം, ലക്ഷക്കണക്കിന് വരുന്ന ക്യു അനോൺ പ്രവർത്തകരെ അമേരിക്കൻ ഭരണകൂടം തടങ്കലിലാക്കും. ഗോണ്ടിനാമോ തടവറയിലടക്കം ലക്ഷക്കണക്കിന് വരുന്ന ക്യു അനോൺ വിശ്വാസികളെ അമേരിക്കൻ ഭരണകൂടം തടങ്കലിലാക്കുമെന്നാണ് ക്യു അനോണിൻ്റെ മറ്റൊരു പ്രവചനം. ക്യു അനോണിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിശ്വാസം എന്ന് പറയുന്നത് ലോകത്ത് ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പമില്ല. ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തെ വിശ്വസിക്കുന്നവർ മൂഢന്മാരുടെ ലോകത്തിലാണ്. ദൈവം എന്ന് പറയുന്ന ഒരു സംഭവമേ ലോകത്തില്ല. ദൈവത്തെ വിശ്വസിക്കുന്നത് അബദ്ധമാണ്. ദൈവത്തെ വിശ്വസിക്കുന്നതിന് പകരം പിശാച് എന്ന് പറയുന്ന സങ്കല്പത്തിൽ വിശ്വസിക്കുന്നതാണ് തമ്മിൽ ഭേദം എന്നാണ് അവർ പറയുന്നത്. കാരണം പിശാചിന് നിരവധി സന്തോഷങ്ങൾ മനുഷ്യന് തരാനാവും. ദൈവത്തിനാകട്ടെ യാതൊരു തരത്തിലെ സന്തോഷങ്ങളും മനുഷ്യന് തരാനാവില്ല. പിശാച് എന്ന് പറയുന്നത് അതിൽ ആ പിശാചിൽ വിശ്വസിക്കുക. പിശാച് മദ്യത്തിൻ്റെയും അതേപോലെ തന്നെ രതിയുടെയും ലഹരിയുടെയും ഒക്കെ ദൈവമാണ്. അതുകൊണ്ട് പിശാചിൽ വിശ്വസിക്കുന്നവർ ലോകത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് മരിക്കും. ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പിശാചിനെ വിശ്വസിക്കാൻ അവർ പ്രേരിപ്പിക്കുന്നു. മറ്റൊന്ന്, ഇണചേരേണ്ടത് പുരുഷന്മാർ കന്യകമാരുമായി മാത്രമാണ് എന്നാണ് ക്യു അനോണിൻ്റെ മറ്റൊരു പ്രചരണം. ഏതായാലും ഇവരുടെ ഇത്തരം പ്രചരണങ്ങൾ വലിയ തോതിൽ അമേരിക്കൻ യുവജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നാണ് FBI കണ്ടെത്തൽ. ഇവർ പ്രധാനമായും 4 വെബ്സൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അത് ഒന്ന് FBI അനോൺ എന്ന് പറയുന്ന ഒരു സൈറ്റ്, രണ്ടാമത് HLI അനോൺ എന്ന് പറയുന്ന സൈറ്റ്, മൂന്നാമത് CIA നോൺ എന്ന് പറയുന്ന ഒരു സൈറ്റ്, നാലാമതായി WHI ഇൻസൈഡർ അനോൺ എന്ന് പറയുന്ന ഒരു സൈറ്റ്. ഈ 4 സൈറ്റുകൾ കൂടിയാണ് ഇവരുടെ സന്ദേശങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണ് എന്നതിനെ സംബന്ധിച്ച് FBI വളരെ കൃത്യമായി തന്നെ അന്വേഷിക്കുകയുണ്ടായി. അന്വേഷിച്ചു ചെന്നപ്പോൾ 3 പേരാണ് ഈ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇലുമിനാറ്റിയെ പോലെ ഇതൊരു സാങ്കല്പികമായിട്ടുള്ള കഥകളോ സാങ്കല്പികമായിട്ടുള്ള ആശയപ്രചരണമോ അല്ല, മറിച്ച് ഇതിനൊരു സംഘടിത രൂപമുണ്ട് എന്നാണ് FBI കണ്ടെത്തൽ. അത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാവിയെ നിയന്ത്രിക്കാൻ തക്കവിധം വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഈ 3 വർഷം കൊണ്ട് എന്നാണ് FBI അമേരിക്കൻ ഭരണകൂടത്തിന് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ ഈ സംഘടനയെ അല്ലെങ്കിൽ ഇത്തരമൊരു അനോണിമസ് ഗ്രൂപ്പിനെ, പേരറിയാത്ത അസംഘടിതമായി എന്ന് പുറം ലോകത്തിന് തോന്നുന്ന ഈ സംഘടനയെ ഭയക്കേണ്ടതുണ്ട് എന്ന് തന്നെ FBI പറയുന്നു. മാത്രമല്ല ഇവരുടെ മുദ്രാവാക്യം ഇതാണ്, വേർ വി ഗോ വൺ വി ഗോ ഓൾ. ഇതാണ് ഇവരുടെ മുദ്രാവാക്യം. കഴിഞ്ഞ വർഷം ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത ഒരു ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്ന അല്ലെങ്കിൽ മുഖ്യ പ്രഭാഷകനായിരുന്ന ഒരാൾ ആദ്യം പ്രയോഗിച്ച വാക്ക് അല്ലെങ്കിൽ വാചകം ഇതായിരുന്നു എന്നും FBI തങ്ങളുടെ കുറിപ്പിൽ, അമേരിക്കൻ ഭരണകൂടത്തിന് നൽകിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. അങ്ങനെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന അമേരിക്കയിൽ നടക്കുന്നു. ഇത് മറ്റ് രാജ്യങ്ങളിലേക്കും സമീപഭാവിയിൽ വ്യാപിക്കും എന്ന് തന്നെ FBI മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കത്തിൽ ഇലുമിനാറ്റി പോലെ മറ്റൊരു ആധുനിക ഗൂഢാലോചന തിയറിക്കാർ പ്രവേശനം ചെയ്തിരിക്കുന്നു ലോകത്തിൽ. അവരുടെ പല സിദ്ധാന്തങ്ങളും പല വിശ്വാസങ്ങളും മനുഷ്യകുലത്തെ ഇപ്പോഴുള്ള ക്രമത്തിൽ നിന്ന് മാറ്റുന്നതാണ്. അവരുടെ വിശ്വാസങ്ങളിൽ ചെന്നുപെട്ടാൽ നമ്മൾ നശിക്കുകയുള്ളൂ എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ലാതെ പറയാൻ കഴിയും. FBI പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്യു അനോണിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച 3 പേരാണ് എന്ന് മാത്രമേ തങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇവർ ആരാണ് എന്നുള്ള കാര്യം തങ്ങൾക്ക്
ബോധ്യപ്പെട്ടിട്ടില്ല. അവരെ കണ്ടെത്താനോ അവരെ അറസ്റ്റ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. അവരുടെ വ്യക്തിത്വം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 3 പേരാണ് ഈ ഗ്രൂപ്പിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമെന്ന് മാത്രമേ FBI അമേരിക്കൻ ഭരണകൂടത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുള്ളൂ. ആ വ്യക്തികൾ ആരാണ്, എവിടുത്തുകാരാണ്, എങ്ങനെയാണ് അവരുടെ പ്രവർത്തനം എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും നിഗൂഢത, രഹസ്യാത്മകത നിലനിൽക്കുന്നുവെന്നാണ് FBI പറഞ്ഞിരിക്കുന്നത്. ഏതായാലും FBI പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ 3 പേരാണ്, ഈ 3 പേരുടെ ബുദ്ധി കേന്ദ്രമാണ് QAnon എന്ന സംഘടനയ്ക്ക് പിന്നിൽ കരുത്താകുന്നത്. അതിൻ്റെ സൈദ്ധാന്തിക അടിത്തറയുണ്ടാക്കിയത് ഈ 3 പേരാണ്. ആ 3 പേരാണ് ഈ ഒരു ആശയത്തെ ലോകത്തിന് മുന്നിലേക്ക്, പ്രത്യേകിച്ചും അമേരിക്കയിലേക്ക് പടർത്തിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് യുവാക്കൾ ഈ സംഘടനയിൽ അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും FBI പറയുന്നു. 2017 തന്നെ ആദ്യ മാസം ഈ സംഘടന രൂപം കൊള്ളുന്ന ഒക്ടോബർ 4 എന്ന് പറയുന്ന അന്നാണ് രൂപം കൊണ്ടത്. ഒക്ടോബർ മാസത്തിൽ തന്നെ ഇവർക്ക് ഏതാണ്ട് 1 ലക്ഷത്തോളം അമേരിക്കൻ പൗരന്മാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞുവെന്നും FBI പറയുന്നു. ഇവരെ കണ്ടെത്തി നിയന്ത്രിച്ചില്ല എങ്കിൽ ഭാവിയിൽ അത് വളരെ അപകടം ചെയ്യും. കാരണം അത്രമാത്രം ഗുരുതരമായിട്ടുള്ള അന്ധവിശ്വാസമാണ് ഇവർ പുലർത്തുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിന് എതിരായിട്ടുള്ള വെല്ലുവിളിയാണ് ഇവർ ഉയർത്തുന്നത്. മറ്റ് രാജ്യങ്ങളിലേക്കും ഇവരുടെ ആശയം പകർന്നു ചെന്നാൽ അവിടെയും ഇവരുടെ ആശയങ്ങൾക്ക് വലിയ തരത്തിൽ സ്വാധീനം ഉണ്ടാകും. ജനങ്ങൾ ഇവരുടെ സ്വാധീനത്തിൽ പെട്ടുപോകും. കാരണം ഇപ്പോൾ പഴയതുപോലെ ഇലുമിനാറ്റി രൂപം കൊണ്ട 1776 കാലമല്ല ഇത്. കാരണം വലിയ തോതിലെ ആശയവിനിമയ ശേഷിയുള്ള ലോകമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആശയങ്ങൾ ലോകവ്യാപകമായി പടരാൻ വളരെ വേഗം കഴിയും. അതുകൊണ്ട് അടിയന്തരമായി തന്നെ ഇവരെ കണ്ടെത്തുകയും നിയന്ത്രിക്കുകയും ഇവരുടെ ആശയ പ്രചരണത്തിനുള്ള നടപടികൾ അടിയന്തരമായി ഭരണകൂടം ഇടപെട്ടുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നാണ് FBI റിപ്പോർട്ടിലെ മറ്റൊരു പരാമർശം.